ഈ ഫെയറി ലാമ്പ് എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്നൊന്ന് കണ്ടാലോ? അതിനുവേണ്ടി മെയിനായി ഞാൻ യൂസ് ചെയ്തത് ഈ ഗ്ലാസ് കളേഴ്സാണ്. ഞാൻ കുറേ നാളായി ഗ്ലാസ് കളേഴ്സ് ട്രൈ ചെയ്തിട്ട്. അപ്പോൾ ചെയ്ത് തുടങ്ങുമ്പോൾ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാനൊരു OHP ഷീറ്റാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതിലേക്ക് നേരിട്ട് പിക്ചർ വരയ്ക്കുന്നതിന് പകരം വേറൊരു പേപ്പറിൽ എനിക്ക് വേണ്ട പിക്ചർ വരച്ചെടുത്ത് അതിന് മേലെ OHP ഷീറ്റ് വച്ചാണ് ഔട്ട്ലൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ വളരെ ഫാസ്റ്റായി വരയ്ക്കുന്നത് പോലെയാണ് കാണിച്ചിരിക്കുന്നത്. പക്ഷേ എങ്ങനെയായിരുന്നില്ല, വളരെ പതുക്കെയാണ് ഞാനിത് ഔട്ട്ലൈൻ ചെയ്തെടുത്തത്. തുടങ്ങുന്ന സമയത്ത് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അവസാനം ആയപ്പോഴേക്കും എൻ്റെ കൈ വിറച്ച് ആകെ ബുദ്ധിമുട്ടായി. എന്നാലും വലിയ വൃത്തികേടില്ലാത്ത രീതിയിൽ ഞാനിത് ഔട്ട്ലൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഔട്ട്ലൈൻ ചെയ്ത് പൂർത്തിയാക്കിയാൽ കുറച്ചധിക സമയം ഇതിനെ ഉണങ്ങാൻ വെക്കണം. നല്ലതുപോലെ ഉണങ്ങിയതിന് ശേഷം മാത്രമേ ഇതിലേക്ക് കളർ ചെയ്യാൻ തുടങ്ങാവൂ. ഈ ഔട്ട്ലൈൻ നല്ല രീതിയിൽ ഉണങ്ങിയില്ലെങ്കിൽ കളർ ചെയ്യുന്ന സമയത്ത് ആകെ സ്പ്രെഡായി നമ്മുടെ പിക്ചർ ആകെ നാശമായി പോകും. ആദ്യമായി ഞാൻ ഗ്ലാസ് കളേഴ്സ് ട്രൈ ചെയ്ത സമയത്ത് ഇത്തരം അബദ്ധങ്ങൾ എനിക്ക് ഒരുപാട് പറ്റിയിട്ടുണ്ട്. അന്ന് എനിക്ക് ഒട്ടും ക്ഷമയില്ലായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ പ്രത്യേകം എടുത്ത് പറഞ്ഞത് നല്ലതുപോലെ ഉണങ്ങണമെന്ന്. ഒരു രാത്രി ഇരുന്ന് ഔട്ട്ലൈൻ ചെയ്ത് പിറ്റേന്ന് രാവിലെയാണ് ഞാനിതിലേക്ക് കളർ ചെയ്യുന്നത്. കളേഴ്സ് നമ്മുടെ ഇഷ്ടത്തിന് സെലക്ട് ചെയ്യാം. ഞാനിവിടെ ഗ്രീനാണ് സെലക്ട് ചെയ്തത്. ഞാനെടുത്ത റെഫറൻസിൽ ഗ്രീൻ ആയിരുന്നു ഉണ്ടായിരുന്നത്, അതുകൊണ്ടാണ് അതെടുത്തത്. എനിക്ക് ഗ്രീനിൻ്റെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് വേണ്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ പല കളേഴ്സ് മിക്സ് ചെയ്തിട്ടാണ് ഞാനിതിൽ പെയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ മിക്സിങ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് വേണ്ട സ്ഥലത്ത് ഏതൊക്കെ കളേഴ്സാണോ അത് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു ബ്രഷോ ടൂത്ത് പിക്കോ എടുത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. ഓവറായിട്ട് കുത്തി ഇളക്കി അങ്ങോട്ട് മിക്സ് ആക്കണ്ട. ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. അത് താനേ മിക്സ് ആയിക്കോളും. ഉണങ്ങുന്ന സമയത്ത് അത്യാവശ്യം നല്ലപോലെ ബ്ലെൻഡായി വന്നോളും. ഞാനിവിടെ യെല്ലോ, ബ്രൗൺ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇങ്ങനെ 4 കളേഴ്സാണ് മെയിനായിട്ട് ഉപയോഗിച്ചത്. കളർ ചെയ്യുമ്പോൾ എയർ ബബിൾസ് കയറി വരും. അപ്പോൾ അതൊക്കെ ഒന്ന് നല്ലോണം പൊട്ടിച്ചു കൊടുക്കുക. എന്നാലേ നമ്മുടെ പിക്ചറിന് ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. പിന്നെ ചില മൈന്യൂട്ടായിട്ടുള്ള ബബിൾസ് ഉണ്ടാവും. അത് നമുക്ക് പൊട്ടിക്കാൻ പറ്റിയെന്ന് വരില്ല. എന്നാലും മാക്സിമം പൊട്ടിക്കാൻ പറ്റുന്ന അത്രയും പൊട്ടിക്കുക. ഗ്ലാസ് കളേഴ്സിൻ്റെ കൂടെ സ്കിൻ കളർ ഇല്ലാത്തതുകൊണ്ട് ഫെയറിൻ്റെ മുഖത്തിൻ്റെ ഭാഗത്തും കൈയിൻ്റെ ഭാഗത്തും വൈറ്റ് കളറാണ് ഞാൻ ഉപയോഗിച്ചത്. അതുപോലെ ഡ്രസ്സ് പെയിൻറ്റ് ചെയ്യാൻ ഡാർക്ക് ഗ്രീനും അതിൻ്റെ ഷെയ്ഡ്സുമാണ് ഉപയോഗിച്ചത്. ചിറകിൻ്റെ ഭാഗത്തേക്ക് വന്നപ്പോൾ കുറച്ച് ലൈറ്റ് ഷെയ്ഡാണ് കൊടുത്തത്. മെയിനായിട്ടും വൈറ്റ് കളർ വെച്ച് ഒന്ന് ആദ്യം ഒരു കോട്ട് അടിച്ചു. അതിന് മേലെ ചെറിയ രീതിയിൽ, അതായത് എനിക്ക് വളരെ ലൈറ്റ് ഷെയ്ഡ് മതി. അതുകൊണ്ട് ഒരു ടൂത്ത് പിക്കിൽ നമുക്ക് വേണ്ട കളറ് ഒരിത്തിരി ഒരു പൊടിക്ക് എടുക്കുക. എന്നിട്ട് അതിൽ വെച്ച് ഒന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ചിറകിൻ്റെ അറ്റത്തായിട്ട് കുറച്ച് ഗ്ലിറ്റർ പൗഡർ വിതറി കൊടുക്കുന്നുണ്ട്. കൂടാതെ അവിടെയായിട്ട് ഒരു സ്റ്റോൺ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. സ്റ്റോൺ ഒട്ടിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാൻ പിന്നെ കുറച്ചും കൂടി ഭംഗിയിരിക്കട്ടെ എന്ന് കരുതി ഒട്ടിച്ചതാണ്. പെയിൻറ്റിങ് എല്ലാം കഴിഞ്ഞാലും നല്ല രീതിയിൽ ഉണങ്ങാൻ വെക്കണം. നല്ലതുപോലെ ഉണങ്ങിയതിന് ശേഷമാണ് ഞാനിത് എടുക്കുന്നത്. ഇനി ഇതൊരു ലാമ്പാക്കണം. അതിന് വേണ്ടിയിട്ട് കാർഡ്ബോർഡ് ഈ കാണുന്ന വലുപ്പത്തിൽ മുറിച്ചെടുക്കുന്നുണ്ട്. അതെല്ലാം ഒന്ന് A4 ഷീറ്റിൽ കവർ ചെയ്തെടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ കളേർഡ് പേപ്പേഴ്സ് ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് A4 ഷീറ്റിൽ കവർ ചെയ്തത്. നിങ്ങളുടെ കയ്യിൽ കളേർഡ് പേപ്പേഴ്സ് ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ അതിൻ്റെ പുറകിലായിട്ട് ഒരു വലിയ കാർഡ്ബോർഡ് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാം. നമുക്കൊരു ബോക്സ് രൂപത്തിലാണ് വേണ്ടത്. ഇങ്ങനെ ബോക്സ് രൂപത്തിലാക്കി കഴിഞ്ഞപ്പോഴാണ് എന്തോ ഒരു കുറവുണ്ടല്ലോ എന്ന് എനിക്ക് തോന്നിയത്. അങ്ങനെ ഞാൻ എൻ്റെ കയ്യിലുള്ള ഒരു ലേസ് അതിന് ചുറ്റും ഒട്ടിച്ചു കൊടുത്തു. ശരിക്കും ഞാൻ ഗോൾഡൻ അക്രൈലിക് പെയിൻറ്റ് ആദ്യം ട്രൈ ചെയ്തതായിരുന്നു. പക്ഷേ അത്ര ഭംഗിയായിട്ട് എനിക്ക് തോന്നിയില്ല. എന്നാലും ഗോൾഡൻ കളർ ലേസ് ആയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നി. ഇതും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി അതിനകത്ത് ഒരു ഫെയറി ലൈറ്റ് ഫിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ അങ്ങനെ തന്നെ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഓണാക്കിയാൽ ഇതുപോലെ ഇരിക്കും. എങ്ങനെയുണ്ട് ഇത്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായും പറയണേ.